അപ്പോൾ നിലമ്പൂര് പോലെയാണ് 2015 അവസാനത്തെ വർഷം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അരുവിക്കരയിൽ അത് UDF ജയിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വീണ്ടും വരുമെന്ന പ്രതീതി ഉണ്ടാവുന്നു. പക്ഷേ മറിച്ചാണ് സംഭവിച്ചത്. ഇപ്പോൾ നിലമ്പൂർ നിങ്ങൾ ജയിക്കുന്നു. രാഷ്ട്രീയം അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെ ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കറും SFIയും തമ്മിലുള്ള പ്രശ്നം എന്നുള്ള നിലയിൽ ഇതിനെ ചുരുക്കി കാണേണ്ടതില്ല. കാരണം സംഘപരിവാർ രാഷ്ട്രീയത്തെ ആരാണ് എതിർക്കുന്നത് എന്നുള്ളത് കേരളം പോലൊരു സ്റ്റേറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആരാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നത് എന്ന ചോദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ തോതിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമായി വന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ. ഇവിടെ ഇപ്പോൾ SFI റോഡിലുണ്ട്. യൂത്ത് കോൺഗ്രസിനോ KSUവിനോ അത്ര പ്രകടമായി കാണുന്നില്ല. ഒന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടം ഇന്ന് യഥാർത്ഥത്തിൽ ഈ ഒരു ചടങ്ങ് തന്നെ അതാണ്. അടിയന്തരാവസ്ഥയ്ക്ക് എതിരെ നിലപാടെടുത്തിരുന്നത് RSSും CPM ഒരുമിച്ചായിരുന്നു. അന്നത്തെ രാഷ്ട്രീയം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു ചർച്ച തുടങ്ങുമ്പോൾ അപ്പോൾ അത് അന്നത്തെ സാഹചര്യത്തിൽ അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമായ തെറ്റാണെന്ന് സൂചിപ്പിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് വേണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അന്നത്തെ ആ ഒരു RSS CPM ബന്ധത്തിൻ്റെ കൂടി CPM സംസ്ഥാന സെക്രട്ടറി കൂടി അംഗീകരിച്ചതിൻ്റെ 50ാം വാർഷികം കൂടിയാണ് ഇന്ന് നടക്കുന്നത്. പിന്നെ ഗവർണർക്കെതിരെ ഒരു പ്രകടനം നടത്തിയതുകൊണ്ട് മാത്രം CPMൻ്റെ RSS വിരുദ്ധത വ്യക്തമാവില്ല. വർഗീയ അജണ്ട കൂടി ഉപേക്ഷിക്കണം. കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ പ്രീണനം വളരെ കൃത്യമായിരുന്നു. ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലും അതുമായി ബന്ധപ്പെട്ട ബഹിഷ്സ്ഫുരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ സൂചനകളും വ്യക്തമായിട്ട് വന്നതാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെയാണ് മലപ്പുറത്തെ അപമാനിച്ചുകൊണ്ടുള്ള ഇൻ്റർവ്യൂസ് കൊടുക്കുന്നു, പിന്നീടൊരു നിഷേധക്കുറിപ്പ്. എന്നാൽ ശക്തമായൊരു നടപടിയും സ്വീകരിക്കാതെ മെസ്സേജ് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുന്നു എന്ന തരത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് പോയി. തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ, ഇപ്പോൾ അഭിലാഷാണല്ലോ ഇൻ്റർവ്യൂ നടത്തിയത്. അഭിലാഷിൻ്റെ ഇൻ്റർവ്യൂ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരുന്നതാണ്. ഇത് വിവാദമാകുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി നൽകിയ മറുപടി, എന്ത് വിവാദം, സത്യം പറയുന്നതിന് എന്ത് വിവാദം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇപ്പം ഞങ്ങൾ കരുതുന്നത് അതൊന്നും ഒരു നാക്കുപിഴയായിട്ടല്ല, അതൊക്കെ ഒരു ശ്രമമാണ്. നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ആസൂത്രിതമായ CPM നടത്തിയൊരു ശ്രമമാണ് അവിടെ കണ്ടത്. പിന്നെ ഡാമേജ് കൺട്രോളും നടന്നു. അപ്പോൾ അതുകൊണ്ട് RSSനെതിരെയുള്ള നിലപാടുകളുടെ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഞങ്ങളാണ് ഈ രാജ്യത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തെ അതിശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. പിന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണല്ലോ ചോദ്യം ഉയർന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒരു ദിശാസൂചികയാണ്. പക്ഷേ എന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചതുകൊണ്ട് ഞങ്ങൾ ആലസ്യത്തിലാകും എന്നർത്ഥമില്ല അതിന്. ഞങ്ങൾ കൂടുതൽ ശക്തമായി ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കും. സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടും. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ജനദ്രോഹ നടപടികൾ തുടരാനാണ് CPM തീരുമാനിക്കുന്നതെങ്കിൽ കൂടുതൽ ശക്തമായ പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടാകും. ആ നയങ്ങൾ തുടരാൻ ശ്രമിച്ചാൽ അതിനെ പ്രതിരോധിക്കാനും തിരുത്തിക്കാനാവശ്യമായ ശക്തമായ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഇതാണ് ചെയ്യാനുള്ളത്.